എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1998 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോളി ജനാർദ്ദനൻ മാഡമാണ്. ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി തൃശ്ശൂരിലെ മുൻ സൂപ്രണ്ട്. ISKയുടെ ടീച്ചിങ് ഫാക്കൽറ്റിയും മറ്റ് സംഘടനകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. 43 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഇന്നത്തെ വിഷയം ഗൗട്ടും ഹോമിയോപ്പതിയും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ജോളി ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമസ്കാരം മേരിക്കുട്ടി മാഡം. നമസ്കാരം. ഇന്ന് ഡോക്ടർ ഹനുമാനെ സ്മരിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങുകയാണ്. ഗൗട്ടാണ് ക്ലാസ്. ഗൗട്ടായതുകൊണ്ട് അക്കോർഡിംഗ് ടു ഹനുമാൻ നമ്മുടെ ഗൗട്ട് എന്ന് പറഞ്ഞാൽ സൈക്കോട്ടിക് മയസമാണ്. അപ്പോ ഈ മൂന്നും മയസം ഇത്രയും ഭംഗിയായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ രോഗവും ഏത് മയസത്തിൽ വരുന്നു എന്ന് ഡോക്ടർ ഹനുമാൻ ഏറ്റവും ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്നുകൂടി ഡോക്ടർ ഹനുമാനെ വളരെ ബഹുമാനത്തോടെ നമസ്കരിക്കുന്നു. ഞാൻ ധനേഷ് സാറിന്റെ വാട്സപ്പിലോട്ട് നമസ്കാരം ധനേഷ് സാറേ. നമസ്കാരം ഡോക്ടർ അഞ്ജിത ഇപ്പൊ ഷെയർ ചെയ്യുവേ. ഡോക്ടർ അഞ്ജിത. ഓക്കെ, താങ്ക്സ്. അപ്പോ ഇതില് അവിടെ അത് നിക്കട്ടെ. നമ്മൾക്ക് ഇടക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ അല്ലേ ധനേഷ് സാറേ? സ്ക്രീൻ കാണാം, എല്ലാം ഫൈനാണ്. ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഡോക്ടേഴ്സിന് സംശയം ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് ചോദിച്ചു പോയിക്കോട്ടെ. അതുപോലെ അല്ല, അത് അൺമ്യൂട്ട് ചെയ്യാതെ പറ്റത്തില്ലല്ലോ മാഡം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് കൊടുക്കാം. ഓക്കെ. ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. വേണ്ട. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മളിവിടെ ഗൗട്ട് എന്ന് പറയുമ്പോ ഈ ഗൗട്ട് എന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പോ മൂന്നാമത്തെ റീസണാണ് ഇവിടെ കിടക്കുന്നത്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഗൗട്ട് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് അമിതമായി യൂറിക് ആസിഡ് രക്തത്തിൽ അമിതമായി കഴിഞ്ഞാൽ അത് ജോയിന്റ്സിലും നെറ്റ് പോയെന്ന് തോന്നുന്നു ഡോക്ടറുടെ. അതൊരു പ്രശ്നമാണ്. ഡോക്ടർക്ക് എന്തോ ചില ദിവസങ്ങളിൽ നെറ്റ് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റണില്ലേ ഡോക്ടറെ? നെറ്റ് പോയായിരുന്നു ആദ്യം പോലെ ഒന്ന് സംസാരിക്കേ. ഇവിടെ ഒരു ഫോൺ വന്നത് കൊണ്ടാണ്. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു സാധാരണ പറയുമ്പോൾ യൂറിക് ആസിഡിന്റെ അമിതമായ അക്യുമുലേഷൻ എവിടെ? ബ്ലഡിൽ. പിന്നെ ബ്ലഡിലെന്ന് ഇവർ ഈ എക്സസ് അമിതമായ യൂറിക് ആസിഡ് ജോയിന്റ്സിലോട്ട് കൊണ്ടുവന്ന് തള്ളിക്കളയും. എന്തുകൊണ്ട് അങ്ങനെ തള്ളിക്കളയും? കിഡ്നിയിൽ അമിതമായ യൂറിക് ആസിഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് അരിക്കാൻ പറ്റൂല. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ബോഡിയിൽ എങ്ങനെയാണ് അമിതമായ യൂറിക് ആസിഡ് വരുന്നത്? അമിതമായ യൂറിക് ആസിഡ് ബോഡിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് 3 വിഭാഗമായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. അമിതമായ യൂറിക് ആസിഡ് വരാനുള്ള ഏറ്റവും വലിയ റീസൺ ഒരു മനുഷ്യൻ, അതായത് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് 25-30 വയസ്സിനിടയ്ക്കുള്ള മെയിലാണ്, ഫീമെയിലല്ല, മെയിലാണ് കാണുന്നത്. പിന്നെ
അമിതമായ ഇറച്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. അവിടെയാണ് കാരണം തുടങ്ങുന്നത്. അമിതമായ ഇറച്ചി പറയുമ്പോൾ എല്ലാ ജീവികളുടെ ഇറച്ചിയിലും യൂറിക് മൃഗത്തിനെ അതിന്റെ അത്രയും അമിതമായ ദിവസവുമോ ആഴ്ചകളെല്ലാം കഴിക്കുമ്പോൾ അത്രയും യൂറിക് ആസിഡ് ആണ് നമ്മളുടെ ബ്ലഡ്, ഓരോ മനുഷ്യന്റെയും ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ റെഡ് മീറ്റ് ഉപേക്ഷിക്കൂ. റെഡ് മീറ്റിന്റെ കാര്യങ്ങൾ എത്രയോ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ പറഞ്ഞു റെഡ് മീറ്റ് പറ്റൂല, തൈറോയിഡിൽ പറഞ്ഞു കഴിഞ്ഞു റെഡ് മീറ്റ് പറ്റൂല. ഇവിടെ ഇപ്പൊ യൂറിക് ആസിഡിൽ പറയുന്നു ഒരു യൂറിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മേജർ റീസൺ ഇറച്ചിയുടെ അമിതമായ ഉപയോഗമാണ്. കുറേശ്ശെയൊക്കെ കഴിക്കാമായിരുന്നു. പണ്ടൊക്കെ മുൻകാലങ്ങളിൽ കുറേശ്ശെ ഇറച്ചിയൊക്കെ വല്ലപ്പോഴും എല്ലാവരും കഴിക്കും. ഇപ്പോ ഡെയിലിയാണ്. അപ്പോ എക്സസീവ് അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ഫ്രം അവർ ഫുഡ്. അതാണ് നമ്മളിത് ക്ലിനിക്കൽ ആസ്പെക്ട്സിലാണ് ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഒരു രോഗി വരുമ്പോൾ എങ്ങനെ യൂറിക് ആസിഡ് ഉള്ള രോഗിനെ തിരിച്ചറിയാം, ഇതെല്ലാം ക്ലിനിക്കലാണ്. അല്ലാണ്ട് ഇതൊന്നും ഈ സബ്ജക്ട്സ് ഒന്നും തന്നെ വെറും അക്കാദമിക് അല്ല. അപ്പൊ ഇതറിഞ്ഞിരുന്നാൽ മാത്രമേ ആ രോഗിയെ നമ്മൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഡയഗ്നോസ് ചെയ്യാണ്ട് നമ്മൾക്ക് തന്നെ ഒരു ഡോക്ടർ യൂറിക് ആസിഡ് ഡയഗ്നോസിസ് ഡയഗ്നോസ് ചെയ്യാൻ പ്രാപ്തമായിരിക്കണം. കാരണം ഓരോ രോഗത്തിനും പ്രത്യേക സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു യൂറിക് ആസിഡ് അറിയാൻ പാടില്ലാത്ത ഒരു ഡോക്ടർ പോലും, അതായത് അതിന്റെ ഡെപ്തിലോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉള്ളു. പക്ഷേ രോഗിന് വളരെ വിശദമായി രോഗിയുടെ സിംറ്റംസ് പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ വിചാരിക്കും യൂറിക് ആസിഡ് അക്യൂമുലേഷൻ ഓഫ് രക്തത്തിൽ യൂറിക് ആസിഡ് അമിതമായി വന്നു. അപ്പോ എന്തു പറ്റും? ജോയിന്റ്സിലോട്ട് അവരെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. കാരണം കിഡ്നിയിൽ അരിക്കാൻ പറ്റുന്നില്ല, ഇറച്ചി അമിതമായി കഴിക്കുകയാണ്. അപ്പോ കിഡ്നി ഒരിക്കലും സമ്മതിക്കില്ല എക്സസ് യൂറിക് ആസിഡ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യാൻ. കാരണം എന്താണ്? അവിടെ കിഡ്നിക്ക് സ്റ്റോൺ വരും, കിഡ്നിക്ക് ഡാമേജ് വരും. എക്സസ് കിഡ്നി അറിയണില്ല ഇത്രയും ഇറച്ചിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിഡ്നിക്ക് അരിക്കാൻ പറ്റാത്ത യൂറിക് ആസിഡ് ബ്ലഡിലോട്ട് തിരിച്ചുവിടും. ബ്ലഡ് എന്ത് ചെയ്യും? ഈ ബ്ലഡ് എന്താണ് അവിടെ ചെയ്യുന്നത്? ബ്ലഡിൽ യൂറിക് ആസിഡ് നിറയുമ്പോൾ ബ്ലഡ് എന്തായി? pH ലോ ആയി, അല്ലെ? ആസിഡായി. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരുവിധം ഈ യൂറിക് ആസിഡ് പേഷ്യൻസിന് മുഴുവൻ അവർ ബേണിംഗ് പറയണം. ബേണിംഗ് സോൾ, കൈ പുകച്ചില്, കാല് പുകച്ചില്, ഈ പുകച്ചിലാണ് പറയുന്നത്. ബിക്കോസ് ദ ബ്ലഡ് നൗ ബിക്കെയിം, ബ്ലഡ് രക്തത്തില് നന്നായിട്ട് ആസിഡ് ആണ് നിറയുന്നത്. അപ്പൊ എല്ലാ മെഡിസിനും നിങ്ങൾ നോക്കിക്കൊള്ളണം. ബേണിംഗ്, പുകച്ചിലാണ് രോഗി പറയുന്നത്. അപ്പൊ അങ്ങനെ അക്യൂമുലേഷൻ. അപ്പൊ നമ്മൾ ഈ എക്സസ് അക്യൂമുലേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഗൗട്ടിനെ റുമറ്റോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലോ റുമറ്റോളജി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നം വരണം, എന്നാലേ ഗൗട്ടിനെ റുമറ്റോളജിയിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ 3 കാരണങ്ങളാണ് ഗൗട്ടിന് മേജർ. ഒന്ന് ഫുഡ്, ഭക്ഷണം. പിന്നെ എന്താണ്? രണ്ടാമത് പ്യൂരിൻ അടങ്ങിയ അമിതമായ കടൽ മത്സ്യങ്ങൾ. കുറച്ച് കടൽ മത്സ്യം കഴിക്കാം, അത്യാവശ്യം കടൽ മത്സ്യം, പക്ഷെ ഓവർ ആകരുത്. ഓവർ കടൽ മത്സ്യത്തിൽ മുഴുവനും പ്യൂരിനാണ്. ഈ പ്യൂരിനാണ് യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നത്. എക്സസ് പ്യൂരിൻ ശരിക്കും സിന്തസൈസ് നടന്നില്ലെങ്കിൽ യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അമിതമായ മത്സ്യം. അപ്പൊ അമിതമായ മത്സ്യവും അമിതമായ ഇറച്ചിയും ഒരാൾ കഴിക്കുകയും, പിന്നെ എന്താണ് നമ്മൾ മെയിലിൽ ഏറ്റവും ഇത് വരാനുള്ള മേജർ കാരണം? അമിതമായ മദ്യപാനം. മദ്യപാനം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഈ മദ്യപാനത്തിലുള്ള ഈ ആൽക്കഹോള് ലിവറിനെ അഫക്റ്റ് ചെയ്തിട്ട് ലിവറിലും മെറ്റബോളിസം ശരിയായി നടക്കില്ല. അപ്പൊ കിഡ്നിയിൽ പ്രശ്നം,
ലിവറിൽ പ്രശ്നം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ബിയറാണ് വൈനിനേക്കാളും ഡേഞ്ചർ. അത് നമ്മളുടെ ഓർഗനോൺ ഓഫ് മെഡിസിനിൽ തന്നെ അനിമാൻ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബിയർ ഈസ് മോർ ഡേഞ്ചർ ദാൻ വൈൻ. കാരണം അതിന്റെ അബ്സോർപ്ഷൻ വളരെ പെട്ടെന്നാണ്. അപ്പോ ഒരാൾ അമിതമായ ഇറച്ചി കഴിച്ചു, അമിതമായ മത്സ്യം കഴിച്ചു, വൈൻ കഴിച്ചു, ആൽക്കഹോൾ കഴിച്ചു, അതെല്ലാം കൊണ്ട് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടിയാലും നമ്മൾ അതിനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ പെടുത്താൻ പറ്റില്ല അല്ലെ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ പെടുത്താൻ പറ്റൂല. അത് അയാളുടെ ജീവിതശൈലി രോഗം കൊണ്ടുവന്നതാണ്. അപ്പോ ഈ മെയിലിന് വെള്ളം കുടിക്കൂല. പിന്നെ ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട്, അത് ഈ IT ഫീൽഡിലുള്ള ഇപ്പോഴത്തെ ഒരുവിധം എല്ലാവർക്കും യൂറിക് ആസിഡ് ആണ്. വെള്ളം കുടിക്കൂല. ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് രാത്രി കിടന്നുറങ്ങും. പിന്നെ രാവിലെ വെള്ളം കുടിക്കൂല. രാവിലെ എഴുന്നേറ്റ് വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നു. അപ്പൊ എന്താണ് അതിന്റെ പ്രീഡിസ്പോസിങ് ഫാക്ടർ? ഉറക്കം നിൽക്കുന്നു. രാത്രി ഉറക്കം നിൽക്കുന്നു. ഹൈലി ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് വളർന്ന് വരുന്ന ഈ മെയില് പുരുഷന്മാര്. കാരണം ഒരു രാത്രി ഒരു 11 മണി മുതൽ ഒരു 6 മണി വരെയുള്ള ഉറക്കം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ നൈറ്റ് വാച്ചിങ് എന്ന് തന്നെ പറയുന്നത്. അതാണ് അഗ്രവേഷൻ ഫ്രം നൈറ്റ് വാച്ചിങ്. അതായത് ഒരു 12 മണി മുതൽ വെളുപ്പിന് ഒരു 6 മണി വരെ ഒരാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് കടുത്ത അഗ്രവേഷനാണ്. നമ്മുടെ അന്ന് നമ്മുടെ കോവളത്തെ സെമിനാറിൽ, ഇന്റർനാഷണൽ സെമിനാറാണ്, അവിടെ ഒരു സാറ് ലിത്വാനിയ എന്നാണെന്ന് തോന്നുന്നു, ഒരു കാര്യം പറഞ്ഞു. ഒരു സിംറ്റം, ആ സിംറ്റം ഞാൻ ഇപ്പൊ കറക്റ്റ് ഓർക്കണില്ല. അപ്പോ ആ സിംറ്റം ആ സുഖം കുറഞ്ഞു. അപ്പൊ എന്തായിരുന്നു? കോക്കുലസ് ആണ് മെഡിസിൻ. അപ്പൊ നമ്മൾ ചോദിച്ചു, കോക്കുലസ് അതെങ്ങനെയാണ്? ഇന്നൊക്കെ ഞാൻ ആ കേസ് റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കോക്കുലസ് കൊണ്ട് എങ്ങനെയാണ് ഈ കേസ് ക്യൂർ ചെയ്തത്? ഒറ്റ വേർഡാണ്, ബിക്കോസ് നൈറ്റ് വാച്ചിങ്. അതായത് സെക്യൂരിറ്റി ഗാർഡ്സിനും എല്ലാവർക്കും ഉള്ള പ്രശ്നം കോക്കുലസിനെ പോലെ പരിഹരിക്കാൻ പറ്റുന്ന. കോക്കുലസിന് ഇവിടെ ഇൻഡിക്കേഷൻ വരും. കാരണം അമിതമായ ഛർദിക്കാൻ വരും കുറച്ച് കഴിഞ്ഞാൽ. അതാണ്. അപ്പൊ ഫുഡ് ഇങ്ങനെ കഴിച്ച് രാത്രി ഉറക്കം നിന്ന് പിന്നെ അടുത്തത് എന്താണ്? ഇതിങ്ങനെ കഴിച്ച് എക്സസീവ് ഒബേസിറ്റി. അപ്പൊ ഒരാൾ നമ്മുടെ ക്ലിനിക്കിൽ വരികയാണ്, എക്സസീവ് ഭയങ്കരമായിട്ട് വണ്ണം, പിന്നെ വണ്ണം വെക്കുകയാണ്, ഭയങ്കര വെയിറ്റ്, ഒബേസിറ്റി. അപ്പൊ എക്സസൈസ് ഇല്ല. കാരണം എക്സസൈസ് ഉണ്ടാവില്ലല്ലോ. കാരണം ഇവര് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത കുറെ ആൾക്കാരും ഉണ്ട് ഇങ്ങനെ രാത്രി കിടന്ന് രാത്രി മുഴുവൻ ഉറക്കം നിന്ന് ആവശ്യമില്ലാണ്ട് ഉറക്കം നിൽക്കും. എന്നിട്ട് വെള്ളവും കുടിക്കൂല, എന്നിട്ട് ഡ്രിങ്ക്സ് കുടിക്കും. നക്സോമിക്ക അല്ല, ടിപ്പിക്കൽ നക്സോമിക്കാണ്, മെയിലിൽ നക്സോമിക്ക. അപ്പോ എന്നിട്ട് എക്സസൈസും ഇല്ല. അപ്പൊ ആ ഒരു കാറ്റഗറി വളരെയധികം പ്രെഡിസ്പോസിങ് ഫാക്ടറാണ് യൂറിക് ആസിഡിന് ഇൻ മെയിൽ. അപ്പൊ നമ്മൾ ആ കേസ് നമുക്ക് സിമ്പിൾ ആണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം ആ ഒരു രോഗി വന്ന് കയറുമ്പോ എനിക്ക് അങ്ങനെ എത്രയോ പേഷ്യന്റിനെ ഞാൻ ഡയഗ്നോസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിൾ. രോഗിനെ പഠിക്കണം. പേഷ്യന്റ് വന്നു, ഒരു 10-30 വയസ്സ്. അപ്പൊ കാലിന്റെ ഹീൽ ഉപ്പൂറ്റിക്ക് നല്ല വേദന. അത് നമ്മുടെ തള്ളവിരലിന്റെ ജോയിന്റിനാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള ഈ യൂറിക് ആസിഡ് വരുന്നത് എന്ന് പറഞ്ഞാലും അങ്ങനെ ക്ലാസിക് ആയിട്ടൊന്നും യൂറിക് ആസിഡ് വരില്ല. ചിലപ്പോൾ എന്ത് പറ്റും? ഹീലിലായിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ് മുട്ടിലായിരിക്കും. അവിടെയാണ് നമ്മൾ ഹീലിനെ നോക്കിയിരിക്കരുത്. അയാൾക്ക് തള്ളവിരലിന്റെ ജോയിന്റിലല്ലല്ലോ, അപ്പൊ ഇത് യൂറിക് ആസിഡ് ആയിരിക്കൂല. അങ്ങനെ അവര് ഒരു ക്ലാസിക്കൽ പ്രസന്റേഷൻ എല്ലാ രോഗികളും നടത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ ഒറ്റ വേദന, അപ്പൊ അയാൾക്കൊരു ആ പേഷ്യന്റ് വന്നത് ഒരു നീ ജോയിന്റ് പെയിൻ ആയിട്ടാണ്. അപ്പോ നമ്മളപ്പോ എന്താ ആലോചിക്കണം? 35 years ആണ്, വെയിറ്റ് കൂടുതലാണ്, എക്സസൈസ് ഇല്ല. അദ്ദേഹം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന സാറ്, കുറെ നേരം നിൽക്കും. അപ്പൊ ചോദിച്ചു, അപ്പൊ രാത്രിയൊക്കെ ഇരുന്ന് മൊബൈലൊക്കെ കാണും, അല്ലാണ്ട് ജീവിതമാർഗത്തിന് വേണ്ടി ഉറക്കം നിൽക്കണില്ല. അപ്പോ പക്ഷേ വെള്ളം കൂടി കുറവാണ്. അപ്പൊ അമ്മേനോട് ചോദിച്ചപ്പോ അമ്മയും പറഞ്ഞു പിന്നെ മിക്കവാറും ഇറച്ചിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള്? അപ്പൊ നമുക്ക് യൂറിക് ആസിഡ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ബ്ലഡിൽ എക്സാമിനേഷൻ ഓഫ് യൂറിക് ആസിഡ് എഴുതും അല്ലെ. പക്ഷേ അപ്പൊ റിപ്പോർട്ട് വരുമ്പോ എന്തുണ്ടാവും? റിപ്പോർട്ട് വരുമ്പോൾ യൂറിക് ആസിഡ് നോർമലാണ്. യൂറിക് ആസിഡ് നോർമലാണ്, അപ്പൊ ഇത് ഗൗട്ടല്ല. പക്ഷേ അങ്ങനെയല്ല. ഇവിടത്തെ ബ്ലഡ് എക്സാമിനേഷൻ കെയർഫുൾ ആയിട്ട് പഠിക്കണം. കാരണം എന്താണ്?
യൂറിക് ആസിഡ് ബ്ലഡിൽ നിന്ന് ജോയിന്റ്സിലോട്ട് പോറ് ചെയ്യുമ്പോൾ ജോയിന്റ്സിന് കടുത്ത വേദന എടുക്കുമല്ലോ. അപ്പൊ എന്തുണ്ടാവും? ബ്ലഡിൽ യൂറിക് ആസിഡ് കുറഞ്ഞു. അപ്പൊ ആ സമയത്ത് പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ് ഇസ് നോർമൽ. പക്ഷേ അവിടെ ജോയിന്റ്സിന് വേദന അല്ലേ? അപ്പൊ നമ്മള് ജോയിന്റ്സിനാണ് അവിടെ വേദന. അതായത് ഇതിന്റെ ഉദാഹരണം എന്താന്ന് വെച്ചാൽ, അതായത് നമ്മളെ വീട്ടിൽ കുറെ വേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് അങ്ങോട്ട് കളയാനൊക്കെ മടിയാണ്. നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വേസ്റ്റ് ഒക്കെ കെട്ടി വെളുപ്പിന് ഒരു സ്കൂട്ടറിൽ പോയിട്ട് ഒഴിഞ്ഞ സ്ഥലത്തോട്ട് ഒരൊറ്റ എയറാണ് അല്ലെ, ആരും കാണാതെ. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഗുണമാണല്ലേ ഈ വേസ്റ്റുകൾ ഇങ്ങനെ എറിയണം. അതൊക്കെ നമ്മളെ ബോഡി കണ്ടുപിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോഡി എന്ത് വിചാരിക്കും? ഈ എക്സസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ബ്ലഡിൽ എന്ത് ചെയ്യും? കിഡ്നി അരിക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ നോക്കുമ്പോൾ ജോയിന്റ് സ്പേസസ് ഒക്കെ ഒഴിഞ്ഞു കിടക്കണില്ലേ സുന്ദരമായിട്ട്. കാരണം എല്ലായിടത്തും കാർട്ടിലേജും കുറച്ച് സൈനോവിയൽ ക്യാപ്സ്യൂളൊക്കെ ഇട്ട് ഇത്ര സുന്ദരമായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബ്ലഡ് ത്രോസ് ഇറ്റ്സ് എക്സസ് യൂറിക് ആസിഡ് ഇൻ ടു ദ ജോയിന്റ് സ്പേസസ്. അപ്പൊ അതെന്റെ ശരിക്കുള്ള, നമ്മളിപ്പോ തമാശക്ക് പറഞ്ഞാലും അതിന്റെ ശരിക്കുള്ള സയന്റിഫിക് കാര്യം എന്താന്ന് വെച്ചാൽ, കൈകാലുകളെല്ലാം രാത്രി കൂടുതൽ തണുത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിലോട്ട് ത്രോ ചെയ്യാൻ പറ്റും ജോയിന്റ്സിലോട്ട്. അവിടെ തണുപ്പാണ് കൈകാലുകൾക്ക് കൂടുതൽ ജോയിന്റ് സ്പേസിലോട്ട് കളയാം. അല്ലാണ്ട് പെട്ടെന്ന് പോയിട്ടൊരു വയറിലോട്ടോ നെഞ്ചിലോട്ടോ ഇവർക്ക് ഇത് പോറിയൂല. ജോയിന്റ് സ്പേസസ് അത് ഏറ്റവും കൂടുതൽ വന്നത് ഈ ജോയിന്റിനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതേപോലെ മിമിക് ചെയ്യും നമ്മുടെ ബ്ലഡും. കാരണം ഇത് പുറമൊക്കെ ഒരുപോലെ പഠിക്കണല്ല. അപ്പോ ത്രോയിങ് ഔട്ട്. അപ്പൊ എന്ത് പറ്റും? ഈ ജോയിന്റ്സിന്റെ ഉള്ളില് അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഇങ്ങനെ നല്ല സൂചി പോലെയാണ് തണുക്കുകയും. യൂറിക് ആസിഡിനെ അതിന്റെ ഉള്ളിലോട്ട് കൊണ്ടേ പോറ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫോമിലാണ് യൂറിക് ആസിഡ്. പക്ഷേ കൈകാലുകളൊക്കെ തണുക്കും, എപ്പോഴും പെട്ടെന്ന് തണുക്കുമല്ലോ, എയർ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അവര് നല്ല സൂചി പോലെ, നല്ല സ്പിൻഡിൽ ഷേപ്പ്, നല്ല സൂചി പോലെ ക്രിസ്റ്റൽ ഫോം ചെയ്യും. ആ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? സൈനോവിയൽ മെംബ്രെയിനെ തുളച്ച് അൺബെയറബിൾ പെയിൻ. എങ്ങനെ നമ്മൾ അതൊരു യൂറിക് ആസിഡ് അല്ലെ ഗൗട്ടാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കും? നമ്മൾ ബ്ലഡ് ഒന്നും നോക്കണ്ട. കാരണം ബ്ലഡ് കറക്റ്റ് ആയിരിക്കൂല. ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ത്രോ ചെയ്യുമ്പോൾ ബ്ലഡിൽ നോർമലാണ്. നമ്മൾ ആ ജോയിന്റിനെ ഒന്ന് തൊടാൻ ശ്രമിച്ചു നോക്കുക, വിരല് കൊണ്ട് ഒന്ന് അമർത്താന്ന്. ഈ രോഗി ഇത് യൂറിക് ആസിഡ് ആണ്, ഗൗട്ടാണെങ്കിൽ ഡോക്ടറിന്റെ കൈ ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളയും. കാരണം എന്താണ്? ഒരൊറ്റ തട്ട്. കാരണം ഈ ആർണിക്കയിൽ തന്നെ പറയുന്നുണ്ട്, ഗ്രേറ്റ് ഫിയർ ടു ബി ടച്ച്ഡ് ഓർ അപ്രോച്ച്. അത്രയ്ക്ക് പെയിൻ ആണ്. വേറെ ഒരു ജോയിന്റ് ഏതൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കോട്ടെ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസോ സിമ്പിൾ ആയിട്ടുള്ള ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസോ എന്താണെങ്കിലും രോഗി ഒരു ഡോക്ടറെ തൊടാൻ സമ്മതിക്കും. പക്ഷെ ഇവിടെ ഒരിക്കലും അനുവദിക്കൂല. കാരണം ആ തൊടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഈ ഡയഗ്നോസിസ് എത്ര ഈസി ആയിട്ട് ചെയ്തു ഇവിടെ. ബ്ലഡിൽ കിട്ടൂല, പക്ഷെ നമ്മളെങ്ങനെ അറിയും? വെറുതെ ഒന്ന് തൊടാൻ നോക്കിയാൽ മതി. അത് നമ്മുടെ ഡോക്ടർ നസറുള്ള ഒരു ദിവസം പറഞ്ഞു. നസറു ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആരോ കാണാൻ പോയപ്പോ ഒരു രോഗിനെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കയറ്റി. അപ്പൊ നസറുള്ള ഡോക്ടറും കയറി. അപ്പൊ ഇയാളെ തൊടാനൊന്നും ശ്രമിക്കണമെന്നില്ല. കാരണം ഇയാള് അവിടെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണേണ്. പക്ഷെ എന്തോ ഒന്ന് അടുത്തോട്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോ ഇയാള് അയ്യോ എന്നും പറഞ്ഞ് കരഞ്ഞു. അപ്പൊ നസറു ഡോക്ടർ എന്താണ് പ്രശ്നം? അപ്പൊ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞ് ഇത് ഗൗട്ടാണ്. അപ്പൊ ഭയങ്കര വേനയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതാണ് അവിടെയാണ് ഡയഗ്നോസിസ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്യണം. അപ്പോൾ ഇയാളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്തു. ഫസ്റ്റ് അല്ലെ? സെക്കൻഡ് റീസൺ ഓഫ് ഗൗട്ട് എന്താണ് നമ്മൾ നോക്കുമ്പോൾ? അവിടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ ഈസിയാണ് നമ്മൾക്ക് ഈ പേഷ്യന്റിന്. നമുക്ക് എത്രയോ മരുന്നുകളുണ്ട്. അത് സുന്ദരമായ മരുന്നിന്റെ ചാർട്ട് ഇടാനുണ്ട് കേട്ടോ. രണ്ടാമത് യൂറിക് ആസിഡ്, കടുത്ത മാനസിക സംഘർഷം. അവിടെയാണ് അതിന്റെ ഓട്ടോ ഇമ്മ്യൂൺ ഗ്രൂപ്പ് വരുന്നത്. ഈ കടുത്ത മാനസിക സംഘർഷം. അത് ഈ ഇറച്ചി കഴിക്കുന്നില്ല, ഡ്രിങ്ക്സ് അടിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറക്കം നിൽക്കുന്നില്ല. അല്ല, വെള്ളം കുടിക്കുന്നുണ്ട്, ഉറക്കം നിൽക്കുന്നില്ല. പക്ഷേ കടുത്ത മാനസിക സംഘർഷം ഒരാള്
നിരന്തരമായി അനുഭവിച്ചാൽ ഓരോ മനുഷ്യന്റെ ബോഡിയുടെ ഉള്ളിലും ന്യൂക്ലിയസിൽ യൂറിക് ആസിഡ് ആണ്. അത് ലിബറേറ്റ് ചെയ്യും. അത് തന്നെ ലിബറേറ്റ് ചെയ്ത് ബ്ലഡിലോട്ട് എടുക്കും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ആക്ട്സ് അപ്പോൺ അവർ ഓൺ ബോഡി അഗെയിൻസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ എല്ലാ ഓട്ടോ ഇമ്മ്യൂണിന്റെയും പോലെ നല്ല വേദന എടുക്കാൻ ഇന്റർലൂക്കിൻ 1 to 6 അല്ലെ 6 to 9 ഒക്കെ വരും. പിന്നെ എല്ലാ സൈറ്റോകൈൻസും വരും. ഇന്റൻസ് പെയിൻ. അപ്പോ ഇദ്ദേഹം ഒരു ഭക്ഷണവും കൂടി കഴിക്കാത്ത ആളാണെങ്കിൽ മെന്റൽ ആങ്സൈറ്റി പറയുകൊണ്ട് അപ്പോ ഗൗട്ടിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തും. അപ്പൊ ഡയറ്റും ഇറച്ചി മീനും മാത്രമല്ല, അത് ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഗൗട്ട് മെന്റൽ ടെൻഷൻ കൊണ്ടാണ് അല്ലെ, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഗവേഷണങ്ങളിൽ മുഴുകി. അത് ശരിയായ കാര്യമാണ് കേട്ടോ, ഭക്ഷണം കഴിക്കൂലായിരുന്നു. കാരണം ഓൾ ടൈം സ്റ്റാർവേഷനാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഗൗട്ട് വന്നു. അപ്പൊ നിരന്തരമായ ഒരു പരീക്ഷണങ്ങളിൽ മുഴുകി ജീവിതം പാഴാക്കിയതാണ്. അന്നൊക്കെ ഗൗട്ടിന് ഇത്ര മരുന്നില്ല കേട്ടോ. പക്ഷെ ഗൗട്ട് പുരാതന കാലം മുതലേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവിടെ സയന്റിസ്റ്റ് ഒക്കെ മനുഷ്യരാശിക്ക് വേണ്ടി ഭക്ഷണവും കഴിക്കാണ്ട് ടെൻഷൻ എടുത്തിട്ടും മറ്റുള്ളവർ സ്വയം ടെൻഷൻ വരുത്തി വെച്ചിട്ടും ഓട്ടോ ഇമ്മ്യൂൺ നേച്ചറിലോട്ട് ഗൗട്ട് പോയി. ആദ്യത്തേല് അമിതമായ ഭക്ഷണവും ഡ്രിങ്ക്സും. അതിൽ ഞാൻ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു. അമിതമായ ഭക്ഷണം എന്തായിരുന്നു? അലക്സാണ്ടർ ചക്രവർത്തി ജനിച്ചപ്പം മുതൽ ഡ്രിങ്ക്സ് ആണ് അല്ലെ. ഗ്രീസിലെ മാസിഡോണിയയിലാണ്. യുദ്ധം ജയിച്ചാലും കുടിക്കും, ജയിച്ചില്ലെങ്കിലും കുടിക്കും. ഇങ്ങനെ കുടിയും ഭക്ഷണവും കുടി ഏറ്റവും കൂടുതൽ കുടിച്ചവരാണ്. അങ്ങനെ ഒരു 34-ാമത്തെ വയസ്സിൽ തന്നെ അൺപെയറബിൾ ഗൗട്ടായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിക്ക്. അത്രയും ഗൗട്ട് വെച്ചിട്ടുണ്ട്. സൈക്കോട്ടിക് നേച്ചറാണ്. അപ്പൊ വെട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ത്യ വരെ വന്ന് വെട്ടിപ്പിടിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ ഗുണം ഉണ്ടായില്ല. നല്ല വേദന സഹിക്കേണ്ടി വന്നു. ഈ ഡ്രിങ്ക്സ് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ 2 റീസൺസ് അല്ലെ, 2 റീസൺസ് കഴിഞ്ഞത്. അത്രയും 3-ാമത്താണ് ചാർട്ടിലിട്ടേക്കുന്നത്. എന്താ അപ്പൊ നമ്മള് ഭക്ഷണത്തിന്റെയൊക്കെ കുറ്റം പറഞ്ഞു. വെള്ളം കുടിക്കൂല, എക്സസൈസ് ചെയ്യില്ല. രണ്ടാമത് അയാളുടെ അമിതമായിട്ടുള്ള അയാളുടെ മാനസികമായ പ്രശ്നത്തിനെ മര്യാദക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും യൂറിക് ആസിഡ് ബോഡി അതിന്റെ ഉള്ളിലത്തെ സെൽസിനെ വിഘടിപ്പിച്ച് യൂറിക് ആസിഡിനെ ബ്ലഡിലോട്ട് തള്ളിക്കൊടുക്കും. അവനവന്റെ ബോഡിയിലത്തെ തന്നെ സെൽസിനെ ബ്ലഡിലോട്ട് തട്ടിക്കൊടുക്കും. 3-ാമത്തെ നോക്ക്, ഡിമിനിഷ്ഡ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക്. അങ്ങനെ കിഡ്നിയുടേതായ രോഗങ്ങളാണ് ഇത് മുഴുവൻ. കിഡ്നിയുടെ രോഗങ്ങളാണ് ഇതെല്ലാം തന്നെ. അവിടെ ഹൈപ്പർ പാരാതൈറോയിഡിസം ഒക്കെ വന്നേക്കണ്ട. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ പാരാതൈറോയിഡിസം, ലെഡ് പോയ്സണിങ്, ഡയൂററ്റിക്സ്, കുറെ തരം ഡ്രഗ്സ്, ഡൗൺ സിൻഡ്രോംസ്, വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ആസിഡിറ്റി ആവും. അപ്പോ അതങ്ങനെയാണ്. കിഡ്നിയുടെ ഇത്രയും രോഗങ്ങളാണ്. അതായത് തയാസൈഡ്സ്, പോയ്സൺസ് ഒക്കെ വരും കിഡ്നിയുടെ രോഗങ്ങൾ. അപ്പൊ നമ്മൾ ഓർക്കും ഒരാൾക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾ നല്ല നിലയിലാണ് ജീവിക്കുന്നത്, അയാൾ ഭക്ഷണം കൃത്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മ ആ 2 പാറ്റേണും നോക്കുമ്പോ ഇയാൾക്ക് നമ്മൾ പറഞ്ഞ 2 പാറ്റേണും ഇല്ല. അപ്പൊ എന്ത് പറ്റും? 3-ാമത്തെ പാറ്റേൺ ആണ് നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് കിഡ്നിയിൽ അരിച്ചില്ല? കണ്ട, അരിക്കാത്ത കാരണങ്ങളാണ് കിഡ്നി റീനൽ ഫെയിലിയർ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. കിഡ്നി ഒന്നും ചെയ്യാൻ പറ്റൂല. അനോർമൽ ആയിട്ടുള്ള യൂറിക് ആസിഡ് ബ്ലഡിൽ അരിക്കാൻ കൊണ്ടുവന്നാലും കിഡ്നിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. കിഡ്നിക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല? കിഡ്നിക്ക് തന്നെ ഡാമേജ് ആണ്. അപ്പൊ അമിതമായ ഭക്ഷണം കഴിച്ചില്ല, വൈൻ കഴിച്ചിട്ടില്ല, ബിയർ കഴിച്ചിട്ടില്ല, നല്ല ലൈഫാണ്. അപ്പോഴും എള്ള യൂറിക് ആസിഡ് ഉണ്ടാവുമല്ലോ എന്നാലും കുറെയൊക്കെ, അതിനെ അരിക്കാൻ കൊണ്ടുവരുമ്പോൾ കിഡ്നിക്ക് അരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ്. അത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് രോഗങ്ങൾ കൊണ്ട് യൂറിക് ആസിഡ് കൂടും. അതായത് മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ, അതായത് പോളിസൈറ്റീമിയ റൂബ്ര വേര, ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ആണ്. ക്യാൻസർ കീമോതെറാപ്പിയിൽ യൂറിക് ആസിഡ് കൂടും. ഇതൊന്നും ഈ രോഗിയുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ രോഗങ്ങൾ, ലിംഫോ പ്രോലിഫറേറ്റീവ് ഡിസോർഡേഴ്സ്, എന്താണ്? ക്രോണിക് ലിംഫാറ്റിക് ല്യൂക്കീമിയ, പിന്നെ കടുത്ത സോറിയാസിസ്, സിവിയർ എക്സ്ഫോളിയേഷൻ, എക്സസ് യൂറിക് ആസിഡ്. കാരണം ഒക്കെ ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അതാണ് സോറിയാസിസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ആയില്ലേ, അപ്പോഴും യൂറിക് ആസിഡ് ഗൗട്ട് വരും. പിന്നെ എന്താണ്? ഇൻക്രീസ്ഡ് പ്യൂരിൻ സിന്തസിസ്, അതായത് ചിലപ്പോ അതായത് ഹൈപ്പോസാന്തിൻ ഗൊനൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറൈസ് ഡെഫിഷ്യൻസി. ഈ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറൈസ് ആണ് പ്യൂരിനെ
മെറ്റബോളിസം നടത്തുന്നത് സിന്തസൈസ് ചെയ്യുന്നത്. അതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ എന്തോരം കുറച്ച് ഭക്ഷണം കഴിച്ചാലും അത് മുഴുവൻ യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഐപ്പോസാൻഡിൻ ഗുണൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറേസ് എപ്പോഴും നോർമലി നിൽക്കണം. അതിന്റെ കുറവ് വന്നാൽ യൂറിക് ആസിഡ് ആയി. പിന്നെ എന്താണ് പൈറോഫോസ്ഫറ്റൈസ് അല്ലെ, സിന്തസൈസ് ഓവർ ആക്ടിവിറ്റി. അപ്പൊ പൈറോഫോസ്ഫറ്റൈസ് ആണ് അടുത്തത്. അത് ഓവറായിട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ അത് യൂറിക് ആസിഡിനെ വിഘടിപ്പിച്ച് ബോഡിയിലെ യൂറിക് ആസിഡിനെ ഭക്ഷണത്തിലെ യൂറിക് ആസിഡിനെ വിഘടിപ്പിക്കും. പിന്നെ അടുത്തത് ഗ്ലൂക്കോസിസ് ഫോസ്ഫറ്റേസ് ഡെഫിഷ്യൻസി. പിന്നെ അവർ ഇതൊക്കെ പറഞ്ഞിട്ട് പറയാനാണ് ഇഡിയോപ്പതിക്ക്. അപ്പൊ എന്താണ് കാരണം? ഇറ്റ് ഈസ് ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോസിസ് ആണ്. ഹനിമാൻ. അപ്പൊ ഹനിമാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഹെറിറ്റന്റ് എല്ലാം ജനറ്റിക് ആയിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ യൂറിക് ആസിഡ് ഡയറ്റസിസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് ജനറ്റിക് ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഇത്രയും കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ കോമൺ ആയിട്ട് ഭക്ഷണത്തിൽ തന്നെ ആയിരിക്കും പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ട, ലെഡ് പോയ്സൺ, ഹൈപ്പർ പാരാതൈറോയിഡിസം. ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ, ഹൈപ്പർ പാരാതൈറോയിഡിസം ഇവിടെ വരുന്നത് ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് വേണം എന്താണ്? മോണോസോഡിയം യൂറേറ്റ് മോണോഹൈഡ്രേറ്റ്. അതാണ് മെഡിക്കൽ ടേം. മോണോസോഡിയം യൂറേറ്റ് മോണോഹൈഡ്രേറ്റ് ഈസ് ഗൗട്ട് അല്ലെ. പിന്നെ ഒരു സാധനമുണ്ട് സ്യൂഡോ ഗൗട്ട്. സ്യൂഡോ ഗൗട്ടിൽ എന്താണ്? ഈ മോണോസോഡിയത്തിന് പകരം അവിടെ കാൽസ്യം ആണ്. അതാണ്. അപ്പൊ ഡൈ ആണത്. ഡൈ കാൽസ്യം അപ്പാറ്റൈറ്റ് എന്ന് പറയും. അത് ഇതിനേക്കാളും വേദന എടുക്കുന്ന സാധനമാണ്. ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ കാൽസ്യമാണ് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കാൽസ്യം ശരീരം ഉടനീളം അത് ഡെപ്പോസിറ്റ് ചെയ്യും. കിഡ്നിയിൽ കാൽസ്യം കല്ല് വരും. ഗൗട്ട് ആണെങ്കിൽ യൂറിക് ആസിഡിന്റെ കല്ല് വരും. ബ്ലഡ് വെസൽസിൽ മുഴുവനും ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ കാൽസ്യം അടിയും. കണ്ടോ? അപ്പൊ ഒന്നും കൂടാനും കുറയാനും ബോഡി സമ്മതിക്കൂല. അതിനെ നമ്മൾ പറയുന്നത് സ്യൂഡോ ഗൗട്ട് എന്നാണ്. ഇപ്പൊ കാൽസ്യം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, അതിന് നമ്മൾ സ്യൂഡോ ഗൗട്ട് എന്ന് പറയും. അപ്പോ ഇനി നമുക്ക് മെഡിസിൻ ഇട്ടാലാ അഞ്ജിത? മെഡിസിൻ്റെ അത് ഇടൂ. ഡ്രഗ്സ്. പോഡഗ്ര എന്ന് പറഞ്ഞാൽ ഗൗട്ടാണ്. പോഡഗ്ര നമുക്ക് മെഡിസിൻ ഇടാം. മെഡിസിൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കഷൻ ആണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പിന്നെ പോവുള്ളൂ. മെഡിസിൻസ് എന്താണ്? അക്യൂട്ട് അറ്റാക്ക് അല്ലെ. അക്യൂട്ട് അറ്റാക്ക് വെരി സിവിയർ ആണ്. അക്കോണൈറ്റ്, ആർണിക്ക, ആഴ്സ്, ബ്രയോണിയ, കാൽക്കേരിയ, സബൈന. ഓരോന്നിനും ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് നോക്കണം. ക്രോണിക് ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അക്യൂട്ട് ഗൗട്ടിൽ വെറും നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ കൊണ്ട് മാത്രം ഇങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ഇല്ല, വെള്ളം കുടിക്കുക, എന്നിട്ട് എല്ലാം പോയിട്ട് ജോയിന്റ്സിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഇടുക, അത്രേ ഉള്ളൂ. അപ്പോ അതാണ് ആർണിക്ക. അതുകൊണ്ട് തൊടുമ്പോ തന്നെ വേദന. ആഴ്സ്, ബ്രയോണിയ, കാരണം മെംബ്രെയിനെ കുത്തിക്കീറുന്നു. അപ്പോ പക്ഷെ ക്രോണിക് ഗൗട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്രോണിക് ഗൗട്ടില് കിഡ്നി ഡാമേജ് ഉണ്ടാവും. കിഡ്നി ഡാമേജ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ പ്രോട്ടീൻ ഇങ്ങനെ സിംറ്റം കണ്ടുപിടിക്കാൻ. അപ്പൊ അത് നോക്കാം. കേട്ടോ. ഇത് തന്നെ ക്രോണിക് ഗൗട്ടിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യണം. കോൾച്ചിക്കം ഏറ്റവും നല്ല മെഡിസിൻ ആണ് നമ്മളുടെ. പക്ഷെ ഈ ഗൗട്ട് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലമേഷൻ ആണ് അല്ലേ. അപ്പോ എല്ലായിടത്തും ഈ ഗൗട്ടിന്റെ ഈ എക്സ്ക്രീറ്റ, ഈ വേണ്ടാത്ത ഈ വേസ്റ്റ് പ്രോഡക്റ്റ് അക്യൂമുലേറ്റ് ചെയ്യും. അപ്പൊ എവിടേക്കാണ് അക്യൂമുലേറ്റ് ചെയ്യണം അതിനേക്കാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചെസ്റ്റിലാണ് ഇത് അക്യൂമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഏറ്റവും നല്ല മെഡിസിൻ? ഗൗട്ട് ഓഫ് ചെസ്റ്റ്, കോൾച്ചിക്കം. ഗൗട്ട് ഓഫ് നർവ്സ്, അതായത് വേറെ പ്രശ്നങ്ങളിൽ എപ്പോഴും ഞരമ്പ് വേദന, നമ്മൾ അതൊക്കെ ഗൗട്ടിന്റെ സിംറ്റം ആയിട്ടും കണക്കാക്കണം. റിലീവിങ് ഗൗട്ട് പാരോക്സിസംസ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം ഉപ്പൂറ്റി വേദന, ജെയ്റ്റോ വേദന. ലേഡീസും പറയും അത്, ഉപ്പൂറ്റി വേദന. കാല് കുത്താൻ പറ്റൂല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കാലങ്ങോട്ട് കുത്തിയ വേദന സഹിക്കാൻ പറ്റൂല. അതൊക്കെ ഈ ഗൗട്ടി ഇൻഫ്ലമേഷൻസിൽ വരും. ലേഡീസും
അമിതമായ ഇറച്ചിയെല്ലാം കഴിക്കാനുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവൂല, എല്ലാം മെയിലിന് മാത്രമായിട്ട് സംവരണം ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ഗൗട്ടിൻ ഹീൽ കോൾച്ചിക്കം. പിന്നെ ഒരു നല്ല മെഡിസിൻ ഉണ്ട് ലേഡീസിന് കൊടുക്കണമെങ്കിൽ നമുക്ക് പൾസാറ്റില കൊടുക്കാം. പൾസാറ്റിലേക്കും നല്ല പെയിൻ ആയിരിക്കും. ഗൗട്ട് ഇൻ ഹീൽ അക്യൂട്ട്. കഴിഞ്ഞു, അടുത്തെടുത്തു കേട്ടാ. ഇനി ഉണ്ടല്ലോ മെഡിസിൻസ്, ഇനി ഉണ്ടല്ലോ നെക്സോമിക്ക എങ്ങനെയാണ് ഗൗട്ടിന് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് നോക്കൂ. ഗൗട്ട് ഓഫ് ഐ ഡ്യൂ ടു ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ, ഒപ്റ്റിക് നെർവ് അട്രോഫി. ഒപ്റ്റിക് നെർവ് അട്രോഫിക്ക് എല്ലാ മെഡിസിനും ഒപ്റ്റിക് നെർവ് അട്രോഫി, ഫോസ്ഫറസ് അടക്കം. പക്ഷേ നക്സപ്പ ഇൻഡിക്കേറ്റ് ചെയ്യും ഗൗട്ട് ഓഫ് ഐസ് ഡ്യൂ ടു ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ, അമിതമായ പുകവലി ആൻഡ് ഡ്രിങ്ക്സ് അല്ലെ, മദ്യപാനം മൂലം ഒപ്റ്റിക് നെർവ് അട്രോഫി വന്നാൽ നമ്മൾ മറ്റുള്ള മരുന്നുകളൊക്കെ മാറ്റി നിർത്താം. ഫോസ്ഫറസ് ഒക്കെ വൺ റാങ്കാണ്, അതിൽ നക്സ് കൊടുക്കേണ്ടി വരും. പൾസ് ആൻഡ് ലെഡം, ഗൗട്ട് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് സബ് അക്യൂട്ട് ഉണ്ട്. പൾസാറ്റിലെ ഒരു മേജർ മെഡിസിൻ ആണ്. കാരണം ഇവർക്കൊന്നും തന്നെ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് വന്ന മെഡിസിൻസ് ആണ്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് മാറ്റാൻ പറ്റിയ മരുന്നാണ് ഗൗട്ടിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത മെഡിസിനൊക്കെ ഇപ്പൊ വരും. ഗൗട്ടിൻ ഹാർട്ട് അല്ലെ, ഓറമ്യൂറിയാറ്റിക്കം, കാക്ടസ്, കോൺവലേറിയ, കുപ്പറമെറ്റ്, കാൽമിയം. എന്റെ വേറെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഹാർട്ടിന് ഒരു കുഴപ്പമില്ല. നെഞ്ചുവേദന എടുക്കണം, ഇയാൾക്ക് എപ്പോഴും നെഞ്ചുവേദനയാണ്, ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല. ആൻജിയോഗ്രാം ഒക്കെ എടുത്തു, എന്നിട്ടും വേദന. എന്താണ്? വി ഷുഡ് എൻക്വയർ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗൗട്ട് മൂലമാണോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡിന് മാത്രം ഉദ്ദേശിക്കുന്ന ഓറോമ്യൂറിയാറ്റിക് നാട്രോ ഉണ്ട്. അത് ഒന്നാം തരം ഗൗട്ടിന്റെ മരുന്നാണ് കേട്ടോ. ഓൾഡ് കേസ് ഓഫ് ഗൗട്ട്, കാരണം ഗോൾഡ് ആണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. നാട്രോമ്യൂറൊക്കെ നല്ല മെഡിസിൻ അല്ലേ പിന്നെ ഗൗട്ടിന്. പിന്നെ എന്താണ് ഗൗട്ട്? വയറ് എപ്പോഴും വേദനയായിരിക്കും, എപ്പോഴും ഇയാൾക്ക് വയറുവേദനയാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുവേദന. ആ വയറ് നോക്കുമ്പോൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് നോക്കുമ്പോൾ വയറിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇയാളെപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കമന്ന് കിടക്കും, വയറുമേലെ തന്നെ കിടക്കുള്ളൂ. കാരണം ഗൗട്ടാണത്. ഹൈഡ്രോസയാനിക് ആസിഡ്, നക്സോമിക്ക, പൾസാറ്റില, നക്സ്, ഓൾമോസ്റ്റ് ഓൾ മെഡിസിൻസ് കിടക്കുന്ന വയറമർത്തി പിടിച്ചിട്ട് കിടക്കും വേദന വരുമ്പോ. കാര്യം മനസ്സിലാവാണ്ട് 100,000 മരുന്ന് കൊടുക്കും, ഗൗട്ട് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമില്ല. പക്ഷെ അയാളുടെ വയറുമേലൊന്ന് അമർത്താനായിട്ട് കൈ കൊണ്ട് ഒരൊറ്റ അടിയാണ് നമ്മുടെ കൈക്കിട്ട് വരും. അവിടെയാണ് ഗൗട്ട് ഡയഗ്നോസ് ചെയ്യണത്. ഇവിടെ ഈ ഗൗട്ട് പേഷ്യൻസിന് എവിടെ വേദന കാണിച്ച് നമ്മ ഒന്ന് തൊടാൻ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറാന്ന് നോക്കൂല, ഒരൊറ്റ അടിയാണ്. ആ അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ രോഗി ഗൗട്ട് പേഷ്യന്റ് ആണെന്ന്. അങ്ങനെയൊക്കെയാണ് പഠിക്കണത് കേട്ടോ. കാജിഫുഡ്, സപ്രസ്ഡ് ഗൗട്ട് സപ്രസ്ഡ് ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോപ്യൂരിനോൾ മുതലായ മരുന്നുകൾ കഴിച്ച് ഗൗട്ട് സപ്രസ് ചെയ്യും. അലോപ്യൂരിനോൾ അലോപ്പതി മെഡിസിൻ ആണ്, പക്ഷേ ഭക്ഷണമൊന്നും നിയന്ത്രിക്കൂല, വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഗൗട്ടിന്റെ യൂറിക് ആസിഡിന്റെ മാത്രം നോക്കൂ. അതാണ് ഈ സപ്രസ്ഡ് ഗൗട്ട്. യൂറിക് ആസിഡ് കുറഞ്ഞല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഈ വെള്ളം കൂടി ഉറക്കം നിൽക്കലും ഈ പ്രശ്നങ്ങളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാ സിസ്റ്റത്തിലോട്ടും ഈ ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് എന്താണ്? ഭയങ്കര ആസിഡ് അല്ലേ അത്, അസിഡിക് നേച്ചർ. pH ഇങ്ങനെ കുറഞ്ഞ് ബ്ലഡിലെ pH 1, 2 നിൽക്കും. ലൈക്കോപോഡിയം നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കണ വരുന്നതാണ് ക്രോണിക് ഗൗട്ട് വിത്ത് ചോക്കി ഡിപ്പോസിഷൻ ഇൻ ജോയിന്റ്സ് അല്ലെ. അത് ക്രോണിക് ഗൗട്ട് ആൻഡ് കല്ല്, കിഡ്നി സ്റ്റോണിൽ എന്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇത് വരും. നമ്മളപ്പോ സൾഫറിൽ എന്ത് പറയും? റൊമാറ്റിക് ഗൗട്ട് വിത്ത് ഇച്ചിങ്, ബേണിംഗ് ഇൻ സോൾസ് ആൻഡ് ഹാൻഡ്സ്. എല്ലാം ഗൗട്ടാണോ? സസ്പെക്ട് ചെയ്യണത് എങ്ങനെയാണ്? പുകച്ചില്. എപ്പോഴും രോഗി പറയും പുകച്ചില്. അതില് ബ്ലഡ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നോർമൽ ബ്ലഡിൽ ചിലപ്പോ കാണൂല, ജോയിന്റ്സിലൊക്കെയാണല്ലേ ഇവര് പോയിട്ട്, അതെല്ലാം ബോഡി ഫ്ലൂയിഡ്സിലും അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഈ ഗൗട്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ ഡയറ്റ് നോക്കി മനസ്സ് നല്ല ശുദ്ധമാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ 50% രോഗവും നമുക്ക് മാറാൻ പറ്റുള്ളൂ. മെഡിസിൻ മാത്രം കൊണ്ട് കാര്യം നടക്കൂല. കാൽക്കേരിയ കാർബ്, ആർത്രൈറ്റിക് നോഡോസൈറ്റിസ്, ടോഫി എന്താണ്? ഇത് അതിന്റെ കട്ടിയാവും ഈ യൂറിക് ആസിഡ്. ചെവിയുടെ പുറകില് ഇങ്ങനെ ഒരു മുഴ പോലെ വരും. പിന്നെ മസിൽസിൽ, പിന്നെ ടെൻഡൻസിൽ ഒക്കെ ഇങ്ങനെ മുഴ പോലെ. അത് കൂടുതലായി കഴിഞ്ഞാൽ സർജറി ചെയ്ത് മാറ്റേണ്ടി വരും. നമ്മൾക്ക് നല്ല മെഡിസിൻസ് ഉണ്ട്. ആൻറ്റി ആർത്രൈറ്റിക് നോഡോസൈറ്റിസ്, കാൽക്കേരിയ ഫോസ് ഒക്കെ ഉണ്ടാവും കേട്ടാ. പിന്നെ ഏറ്റവും നല്ലൊരു മരുന്ന്
ഗൊയാക്കമാണ്. ഗൊയാക്കം അത് ഗൗട്ടിന്റെ ഒരു മേജർ മെഡിസിൻ തന്നെയാണ്. കൺട്രാക്ഷൻ ഓഫ് ലിംസ്, സ്റ്റിഫ്നെസ്, ഇമ്മൊബിലിറ്റി, ഇതൊക്കെ സിംറ്റംസ് നോക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കാം. സബൈന, ഇപ്പൊ ഒരു ലേഡി യൂട്രൈൻ കംപ്ലൈൻസ് ആയിട്ട് ഒരു ലേഡി വരെയാണ്. ഇപ്പൊ ഉപ്പൂറ്റിക്കും കാലിലൊക്കെ നല്ല വേദന, അവർക്ക് യൂട്രസിന് നല്ല പ്രോബ്ലംസ് ഉണ്ട്. ഒരു പക്ഷേ അഡിനോമയോസിസ് ആവാം, യൂട്രൈൻ ഫൈബ്രോയിഡ് ആകാം, എൻഡോമെട്രിയോസിസ് ആവാം. അങ്ങനെ യൂട്രൈൻ പ്രശ്നങ്ങളോട് കൂടി ഗൗട്ട് വന്നു കഴിഞ്ഞാൽ സബൈനയാണ്. പ്രത്യേകിച്ച് ലേഡീസിൽ എപ്പോഴും അവർ ഹീൽ പെയിനും പറയും. അല്ല, ഹീൽ പെയിനും പറഞ്ഞ് മെറ്റാടാർസൽസ്, കാലിന്റെ എല്ലാ വിരലുകൾക്കും വേദനയും എല്ലാം പറഞ്ഞാൽ നമ്മൾക്ക് അതൊരു ഗൗട്ടായിട്ട് സംശയിക്കണം. കാരണം ബ്ലഡിൽ കാണൂല, പക്ഷേ അതിന്റെ സിംറ്റംസ് ആണ്. അപ്പോഴും നമ്മളെ കാലിൽ ഒന്ന് തൊട്ടു നോക്കാൻ ശ്രമിക്കണം. അപ്പൊ പേഷ്യന്റ് സമ്മതിക്കൂല. അതാണ് ഫിയർ ടു ബി അപ്രോച്ച്ഡ് ഓർ ടച്ച്. അതാണ് അമോണിയം ഫോസ്, നല്ലൊരു മരുന്നാണ്. റെമഡി ഫോർ ഗൗട്ടി പേഷ്യൻസ്, യൂറിക് ആസിഡ് ഡയത്തസിസ്, നോഡോസൈറ്റിസ്, ആസിഡ് ബെൻസോയിക്. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടിയേക്കണ ഒരു മെഡിസിൻ ആസിഡ് ബെൻസോയിക്കാണ് കേട്ടോ. അതായത് വെരി ഓഫൻസീവ് യൂറിൻ ആയിരിക്കും. യൂറിൻ പിന്നെ പോവാൻ വിഷമം, എക്സസ് ഓഫ് യൂറിക് ആസിഡ്. മെയിലിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആസിഡ് ബെൻസോയിക്കാണ്, ബെൻസോയിക് ആസിഡ്. പിന്നെ നാട്രമ്യൂർ നമ്മൾക്ക് അറിയാലോ. നാട്രമ്യൂർ എന്ന് പറഞ്ഞാൽ സൈക്കോട്ടിക് മയസത്തിന്റെ ഒന്നാമത്തെ മരുന്നാണ്. പ്യൂവർ സൈക്കോട്ടിക് മയസമാണ്. ഗൗട്ട് ആൻഡ് റുമാറ്റിക് ഗൗട്ട് ആൻഡ് റിട്ടൻഷൻ ഓഫ് എഫക്റ്റ് മെറ്റീരിയൽസ്, നാട്രമ്യൂർ ആണ് ഇൻഡിക്കേഷൻ എങ്കിൽ പിന്നെ വേറെ ഒന്നും കൊടുക്കണ്ട, നാട്രമ്യൂർ മാത്രം കൊടുക്കുക. പക്ഷെ അപ്പോഴും ഡയറ്റ് ആൻഡ് റെജിമെൻ ആൻഡ് ദ മൈൻഡ് ആൻഡ് ദ കിഡ്നിയുടെ ഹെൽത്ത് ഇതെല്ലാം പരിഗണിക്കണം കേട്ടോ. ചാർട്ട് തന്നെ ഉണ്ടാക്കി വെക്കണം. രോഗി എന്താ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് ടിക്ക് ചെയ്ത് എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഹൈപ്പോസാന്തിൻ ഗൊനൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറൈസ് ഡെഫിഷ്യൻസി, ഫോസ്ഫോറിബോസിൽ പൈറോഫോസ്ഫേറ്റേസ് സിന്തറ്റൈസ് ഓവർ പ്രൊഡക്ഷൻ, ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ഡെഫിഷ്യൻസി, ഇവരെല്ലാം തന്നെ എൻസൈംസ് ആണ്. അതായത് മെറ്റബോളിസത്തിന്റെ അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇതൊന്നും കിട്ടിയെങ്കിൽ മാത്രം ആ ലെവലിലാണ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ സാധാരണ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഗൗട്ടിനെ പിടിച്ചു നിർത്താം. ഗൗട്ട് ഹോമിയോപ്പതിയുടെ ഒരു മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു രോഗമാണ്. പക്ഷെ കണ്ടുപിടിക്കാതെ ഇയാളുടെ കാല് വേദന കുറെ കാലം ട്രീറ്റ് ചെയ്തിട്ട് മാറിയില്ല, അവർ അലോപ്പതി പോയി. പിന്നെ അവര് എന്ത് ചെയ്യും, എക്സ്റേ ഓഫ് നീ എടുക്കുമ്പോഴാണ് അത് ഗൗട്ടാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ പറയാ ഇത് ഗൗട്ടായിരുന്നു, എന്നാ ഇനി ഇപ്പൊ ഹോമിയോയിലോട്ട് പോണ എന്തിനാ, ഗൗട്ടാന്ന് കണ്ടുപിടിച്ചാൽ എന്നാ പിന്നെ അലോപ്പതിയോട് തന്നെ കഴിക്കാം. അതാണ് കുറെ കഴിഞ്ഞാൽ ബോൺ ഡാമേജ് ആകും. ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവും എക്സ്റേയിൽ. നോഡോസൈറ്റ്സും ഇൻഫ്ലമേഷനും, ഇത് കാൽസ്യം ഡെപ്പോസിറ്റ് ആണെങ്കിലും മനസ്സിലാവും, യൂറിക് ആസിഡ് ആണെങ്കിലും മനസ്സിലാവും. അതൊരു തരം പ്രത്യേകമായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാൽസ്യം ആണോ ഇത് യൂറിക് ആസിഡ് ആണോ എന്ന് മനസ്സിലാവും. നല്ല തിളങ്ങും. പിന്നെ കാൽസ്യം ആണെന്ന് വെച്ചാൽ നല്ല റോംബോഡ് ഷേപ്പാണ് ഈ ക്രിസ്റ്റൽസിന്. മറ്റേതിനാണെങ്കിൽ നല്ല സൂചി പോലെ ഇരിക്കും. അതാണ്. അപ്പൊ നമ്മുടെ ഇടക്ക് അങ്ങനെ ഒരു കേസ് കുറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. അല്ലാണ്ട് ബ്ലഡിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. മറ്റുള്ള ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് കേസ് കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കും ഗൗട്ട്. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മുടെ പേഷ്യൻ്റാണ്. അലോപ്പതിയിൽ പോയി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അവർ അലോപ്പതിനോട് കൊടുക്കും. അപ്പൊ ബെറിസ് പിന്നെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സംശയിക്കാൻ നമുക്ക് കിഡ്നിക്ക് പേനെടുക്കും. അപ്പൊ നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് എടുക്കുമ്പോൾ നമുക്ക് കിഡ്നിക്ക് കല്ലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ യൂറിക് ആസിഡ് ഉണ്ടെന്ന്. നല്ല വേദന എടുക്കും. രണ്ടിനും കിഡ്നിക്ക് സ്റ്റോണും വരും, കിഡ്നിയുടെ രോഗങ്ങൾ മുഴുവനും ഉണ്ടാക്കുകയും ചെയ്യും. ഇവരൊക്കെ ഒരു ഹൈപ്പർ പാരാതൈറോയിഡോ, തൈറോയിഡിൽ മിക്സോഡിയമേ, ഗൗട്ടും ഇതൊക്കെ കിഡ്നീനാണ് ബാധിക്കും. അതുകൊണ്ട് മര്യാദക്കുള്ള ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ചില്ലെങ്കിൽ അവസാനം അത് കിഡ്നി ലിവറിലോട്ട് തന്നെ പോകും. ഈ ഡയറ്റാണ് ഈ കിഡ്നീനെ ഇത്രയും നശിപ്പിക്കുന്നത്. കിഡ്നി പോലെ ഒരു ഉപകാരമുള്ള സാധനം ഈ ബോഡിയിൽ ഇല്ല. നാട്രമ്യൂർ, ഗൗട്ട്, റൊമാറ്റിക് ഗൗട്ട്, റിട്ടൻഷൻ ഓഫ് എഫക്റ്റ്, ബെർബേഴ്സ്, ഓൾഡ് ഗൗട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർത്രൈറ്റിസ് വിത്ത് യൂട്ടി, എപ്പോഴും മൂത്രം. പിന്നെ നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? ഈ രോഗി നിരന്തരമായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണ്, എപ്പോഴും മൂത്രത്തിൽ പഴുപ്പ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഉടനെ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് നോക്കും. ചിലപ്പോൾ അത് കാണാം. അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും കേട്ടോ. നിരന്തരമായ UTIയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബ്ലാഡറിൽ പ്രശ്നമാണോ,
കിഡ്നിക്ക് പ്രശ്നമാണോ, കല്ലാണോ, ഈ കോളയാണോ, ഇതൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ ഒരാള് ഒരു ഡ്യൂട്ടി ആയിട്ട് വന്ന് നമ്മൾ അപ്പൊ തന്നെ ഒരു അൾട്രാസൗണ്ട് എടുക്കണം, ഒരു റൂട്ടീൻ ചെക്കപ്പും അതിന്റെ ഒരു ഈ കോളയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതിന് ഒരു കൾച്ചറും കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഒരു യൂട്ടിയെ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. ഇത്രയുള്ളൂ. ഇത്രയൊക്കെ ഉള്ളു ഗൗട്ട്. പിന്നെ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് പോവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ തന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും ഒക്കെ ഇത് തന്നെ ധാരാളം. ഇനി ഉണ്ടാ മെഡിസിൻ ഉണ്ടാ അഞ്ജിത മാഡം? ഇനി ഉണ്ടാ മെഡിസിൻ? തീർന്നോ? എല്ലാം കഴിഞ്ഞല്ലോ, വെറിസും കഴിഞ്ഞല്ലോ. ഓക്കെ. ഇനിയുള്ള സമയം ഡിസ്കഷന് വെക്കാണ് മാഡം. ഇനി ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കാരണം അല്ലാണ്ട് അറ്റ കൊണ്ടേ നിർത്താൻ പറ്റൂല. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. എന്തായാലും ഗൗട്ടിനെ സ്പെസിഫിക്കുമായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. അത് ഹാൻഡ് റൈസ് ചെയ്ത് തന്നാൽ അൺമ്യൂട്ട് ചെയ്യാം. സംശയം ചോദിക്കട്ടെ. അല്ലെങ്കിൽ സംശയം ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നവും. ഗൗട്ട് പഠിക്കണ്ടല്ലേ? ഗൗട്ട് രോഗി വന്നു കഴിഞ്ഞാൽ ഗൗട്ട് എന്താണ്? നമ്മുടെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറിലും കൂടി പെട്ട സാധനമാണ്. അതുകൊണ്ടാണ് റുമറ്റോളജിയിൽ അവരൊക്കെ ധനേഷ് ഡോക്ടർ ജോളി ഡോക്ടറെ, വളരെ നന്നായിട്ടുണ്ട് സെഷൻ. ഞാനിപ്പോ ഹാൻഡ് റൈസ് ചെയ്തത് പ്രധാനമായിട്ട് ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം IFBHന്റെ 2000 ദിന ആഘോഷങ്ങൾ നടക്കുകയാണ് ഈ ശനിയും ഞായറുമായിട്ട്. അതിൽ വ്യത്യസ്ത പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ദയവായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഇതിലൊക്കെ പങ്കെടുക്കണം. കാരണം നമ്മുടെ പാർട്ടി അതിഥികളെയൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആൾക്കാർ വന്നു കഴിയുമ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിൽ കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളാരും ഇത് കേട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതൊന്ന് ഓണാക്കി വെച്ച് ഇത് ശ്രദ്ധിക്കാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മൾ ഈ 2000 ദിവസമായിട്ട് ഇടതടവില്ലാതെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഒരു ദിവസം പോലും ഈ പരിപാടിക്ക് മുടക്കം വന്നിട്ടില്ല. ഇത് നടത്തുന്നതിന്റെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രമാണ് അറിയാൻ പറ്റുന്നത്. ഇതിനിടയിൽ സാമ്പത്തിക ആവശ്യങ്ങളും വരുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു 500 രൂപ വെച്ചൊക്കെ എല്ലാവരും അയച്ചു തരികയാണെങ്കിൽ IFBH നല്ല രീതിയിൽ നമുക്ക് ഇനിയും ഓരോ ദിവസവും പോലുള്ള നല്ല നല്ല ഗസ്റ്റുകളെ കിട്ടുന്നുണ്ട്. നല്ല നല്ല അറിവ് അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ അറിവുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. മാസം ഒരു 500 രൂപ വെച്ച് എല്ലാവരും ഒന്ന് അയച്ചു തരികയാണെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തിന് നമുക്ക് മറ്റ് തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. എന്ന് മാത്രമല്ല, നമുക്കിനി 2000 ദിന ആഘോഷം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ശനിയാഴ്ചയാണ്. അന്ന് തന്നെ മലയാളത്തിൽ ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട് മലയാളത്തിലും. പിന്നെ ഞായറാഴ്ച ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് 10 പേര് വിദേശത്ത് നിന്ന് പങ്കെടുത്തുകൊണ്ടുള്ള സെഷനുകളാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ അന്ന് സാംസ്കാരിക സമ്മേളനമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് പ്രശസ്ത ഫിലിം ഡയറക്ടറായ GS വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം പല സിനിമകളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പ്രശസ്തരായ മറ്റു പലരും ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കാനും കാണാനുമായിട്ട് എത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാത്ത ആൾക്കാര് ശരിക്കും IFBHനോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങളുടെ മൊബൈൽ ഓണാക്കി വെക്കണം. നിങ്ങൾ മറ്റെന്ത് പരിപാടിയിൽ എൻഗേജ് ആയാലും മൊബൈൽ ഓണാക്കി വെക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. പിന്നെ തുടർന്നായിട്ട് ക്ലാസ് തുടരാവുന്നതാണ്, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് മറിയാമ്മ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. പൾസാറ്റിയുടെ പൊട്ടൻസി. താങ്ക്സ് ഡോക്ടറെ. അതേപോലെയൊക്കെ ചെയ്യാം. എല്ലാ ഡോക്ടേഴ്സും അതേപോലെ എല്ലാം ചെയ്യേണ്ടതാണ്. അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇത് കൊണ്ടു കിടക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഒരു അണ്ണാന്റെ കുഞ്ഞ് കടലിൽ ഇങ്ങനെ മണ്ണിങ്ങനെ കുടഞ്ഞിട്ടു. ശ്രീരാമൻ ഇങ്ങനെ സേതു
നിർമ്മിച്ചത്. അതുപോലെ ഞങ്ങളും പറ്റുന്ന വിധത്തിൽ കുറച്ച് മണ്ണെല്ലാം കുടഞ്ഞിടുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഡോക്ടേഴ്സും അത് പരിഗണിക്കണം. ആ പറയുമ്പോ മേഡം പൾസാറ്റിയുടെ നമുക്ക് പൊട്ടൻസി ചോദിച്ചിരുന്നു. അത് അപ്പൊ ഹീൽ പൾസാറ്റിയുടെ പെയിനില് ഹീൽ പെയിൻ അതായത് ലേഡീസിൽ ഹീൽ പെയിന് മേജർ മെഡിസിൻസ് പൈറ്റൊലാക്ക, സിംസിഫ്യൂഗ, പൾസാറ്റിലെ അങ്ങനെ ആണ്. പൈറ്റൊലാക്കയും സിംസിഫ്യൂഗയും പൾസാറ്റിലെ ലെഡോ ആണ്. പക്ഷേ അപ്പൊ അതാണ് ആ ഗൗട്ടി പ്രശ്നങ്ങൾ, അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അമിതമായ ഫുഡ് ഭക്ഷണത്തിൽ എന്നാണോ, ഇറച്ചി ഓവറായിട്ട് കഴിച്ചിട്ടാണോ, വെള്ളം അത് ചോദിക്കണം. അങ്ങനെ ഗൗട്ടിക് പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൾസല 3x ആണ് കേട്ടോ. 3x ആണ് പൾസാറ്റില 3x. അതുപോലെ നമുക്ക് ഈ റൂമാറ്റിക് ലേഡീസിന് മാത്രമുള്ള റൂമാറ്റിസം ഉണ്ടല്ലോ നമ്മുടെ, അതിന് നമ്മൾക്ക് സിംസിഫീഗ് വരുമ്പോ സൂപ്പർ മെഡിസിൻ ടിഞ്ചറാണ് കേട്ടോ. സിംസിഫീഗ് അവിടെ ടിഞ്ചറാണ്, അവിടെ ഈ പെയിൻ വന്ന ടിഞ്ചറാണ് ഏറ്റവും എഫക്റ്റീവ്. ആ സിംസിഫ്യൂഗ് തന്നെ മൈഗ്രെയിനും വളരെ എഫക്റ്റീവാണ്. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, റൊമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ നോക്കണം, ഈ പേഷ്യന്റിന് നല്ല ഹെഡേക്ക് ഉണ്ട്, ഹീൽ പെയിൻ ഉണ്ട്, ബോഡിക്ക് നല്ല പെയിൻ ഉണ്ടെങ്കിൽ അത് സിംസിഫിക റൊമാറ്റിസോൺ ടിഞ്ചറാണ്. ആ സമയം ഇവർ എക്സസ് ഫാറ്റ് ആണ് കഴിക്കുന്നത്, നല്ലോണം ഫാറ്റ് കഴിക്കും. അപ്പോ എന്താണ് പൾസാറ്റിലേൻ, അപ്പൊ നമുക്കൊരു 3x ഒക്കെ കൊടുത്താൽ മതി. അതാ ഇതിൽ ഞാൻ എന്താ പറയണെന്ന് വെച്ചാല്, നമ്മള് ഈ സോറ ആൻഡ് സൈക്കോസിസിൽ ഇറച്ചി അവർക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇറച്ചി കഴിച്ചാൽ രോഗം കൂടും. സോറയും സൈക്കോസിസും ഇവര് ഈ സോറയും സൈക്കോസിസിനും ഇവർക്ക് എപ്പോഴും ചൂടുള്ള വെള്ളവും ഭക്ഷണവും ഇഷ്ടം. ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എന്ത് ഭക്ഷണമാണ്. അപ്പൊ നല്ല ചൂട് വേണം, വെള്ളത്തിന് നല്ല ചൂട് വെള്ളം വേണം എന്ന് പറയും അല്ലെ. പിന്നെ നമ്മളപ്പോ ഈ ഇവരോട് എന്താണ് അഡ്വൈസ് കൊടുക്കണ ഭക്ഷണം, നിങ്ങൾ എക്സസൈസ്, നിങ്ങൾ ഈ നമുക്ക് ഗൗട്ടി പേഷ്യൻസിനോട് നമുക്ക് എന്ത് പറയാം, നിങ്ങൾ നട്ട്സ് നല്ലതാണ്, കുറച്ച് നട്ട്സ് ഇങ്ങനെ കുതിർത്തി വെള്ളത്തിലൊക്കെ തലേദിവസമായിട്ട് കുതിർത്തി നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ, അതായത് ബദാം, ആപ്രിക്കട്ട്, കശുവണ്ടി പോലും നേരിട്ട് കഴിക്കരുത്. ഈ നട്ട്സുകളിലെല്ലാം തന്നെ പോയിസൺ ഉണ്ട്. അത് പ്രകൃതി അതിനെ വേറെ ജന്തുക്കൾ തിന്നാണ്ടിരിക്കാൻ വേണ്ടി പോയിസൺ നിറച്ചു വെച്ചേക്കാണ്. നമ്മളതെടുത്ത് കഴിക്കും. അപ്പോഴാണ് നട്ട്സ് നമുക്ക് ഡേഞ്ചറാണ്. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിയിട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ രണ്ടാമതൊന്നും കൂടി കഴുകിയിട്ട് വേണം ഈ ബദാം മുതലെല്ലാം കഴിക്കാൻ. നട്ട്സും എല്ലാത്തരം നട്ട്സും നമുക്ക് കഴിക്കാം, പക്ഷെ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി കളഞ്ഞിട്ട് വേണം. അപ്പോ ഈ ഗൗട്ടി പേഷ്യൻസിന് ശരിക്കും മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടിയാണ് അവർക്ക് മെറ്റബോളിക് ഡിസോർഡർ വന്നത്. നമ്മൾ മെഡിസിൻ കൊടുത്താലും അതിന് ഉപയോഗം കുറക്കുക എന്ന് പറയണം. റെഡ് മീറ്റ് ഹൈലി ഡേഞ്ചർ ആണ്. എത്ര ടോപ്പിക്സിൽ റെഡ് മീറ്റ് വരുന്നു. ഹൈപ്പർ പാരാതൈറോയിഡിസം ഇപ്പോൾ തൊട്ടുപോയരുത്, ഫോസ്ഫറസ് ആണ്, അതുകൊണ്ട് തൊടരുത്. ഇവിടെ പറഞ്ഞു റെഡ് മീറ്റ് തൊടരുത്, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ബോഡി കനോട്ട് ഡൈജസ്റ്റ്. ഓരോന്നിനും റെഡ് മീറ്റ് ആണ് പ്രതി, പക്ഷെ ഓരോ രോഗത്തിനും ഓരോ കാരണങ്ങളാണ് അല്ലെ. മറ്റേ റെഡ് മീറ്റ് ദഹിക്കും, പക്ഷെ അക്യുമുലേഷൻ ഓഫ് ഫോസ്ഫറസ്. ഇവിടെ എന്ന് പറയുമ്പോ റെഡ് മീറ്റ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാലും ദഹിക്കൂല, കനോട്ട് ഡൈജസ്റ്റ്, ബിക്കോസ് പക്ക സൈക്കോട്ടിക് മൈസോണ് എന്ത് നമ്മുടെ ഗൗട്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരും, കമന്ന് കിടക്കും. അതാണ് അപ്പൊ രോഗിയോട് ചോദിച്ചാൽ മതി, ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് കമന്നാണ് കിടക്കണത്. അപ്പൊ നമുക്ക് നട്ട്സ് ഒക്കെ കൊടുക്കാം, നട്ട്സ് കൊടുക്കാം, പോൾ ചിക്കൻ കൊടുക്കാം, നാട്രമ്യൂർ കൊടുക്കാം. പക്ഷെ എന്തിനാണ് ഇതൊക്കെ കഴിച്ചു വയറുവേദന എടുപ്പിക്കണത്? കുറച്ച് കഴിച്ചൂടെ? കുറച്ച് കഴിച്ചാൽ മതി. നമ്മളൊന്നിനെ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. ഇത്തിരി മീൻ, ഇത്തിരി ഇറച്ചി. പക്ഷെ എന്താണ് ചെയ്യണത്? 1 കിലോ മീനാണ് ഓരോ കഴിക്കണം, 8 മീന്. പണ്ടത്തെ കാലത്തൊന്നും ഇതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചോദിക്കട്ടെ. രേഷ്മ ഡോക്ടർ സംശയം ചോദിച്ചൊരു ഡോക്ടറോട്, മാഡത്തിനോട് ചോദിക്കാം. രേഷ്മ ഡോക്ടർ ചോദിച്ചോളൂ. വീണ്ടും അൺമ്യൂട്ടായി പോയോ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ചില എട്ടിപ്പിക്കൽ പ്രസന്റേഷൻ ഓഫ് ഗൗട്ട് പ്രസന്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ഇങ്ങനെ യൂറിക് ആസിഡ് ഭയങ്കര ഹൈ ആയിരിക്കും വാല്യൂ കാണിക്കുന്നുണ്ടാവുക, പക്ഷെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല പേഷ്യൻസിന്.
ഹൈ ബി അതാണ് പി മാത്രം. ആ ഡോക്ടറെ, അതാണ് സെക്കൻഡറി ഗൗട്ട്, ക്രോണിക് ഗൗട്ട്. അതാണ് ആ പറഞ്ഞ ഭക്ഷണമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവിടെ ഹൈപ്പോസാൻഡിൻ ഗോനൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറേസ് ഡെഫിഷ്യൻസി, അവിടെ എല്ലാം തന്നെ അതിന്റെ ഹോർമോണാണ്, അതിന്റെ ഡൈജസ്റ്റീവ് സാധനമാണ് കുറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ക്രോണിക് ഗൗട്ട് എന്ന് പറയുന്നത്. യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ യൂറിക് ആസിഡാണ് സെക്കൻഡറി യൂറിക് ആസിഡ്. അപ്പൊ അങ്ങനത്തെ അതാണ് ഒരു ഡോക്ടറെ. കേസിന് എങ്ങനെയാ അപ്രോച്ച് ചെയ്യുക? എങ്ങനെയാ നമ്മൾ ആ കേസിന് അപ്രോച്ച് ചെയ്യുന്നത്? ഈ പേഷ്യന്റിന് ആകെ ബി പി മാത്രമേ ഹൈ കാണിക്കുന്നുള്ളൂ, അപ്പൊ ഈ ബി പി ഹൈ ആവുകയും അവർക്ക് ഹൈപ്പർ പ്രോട്ടീൻ യൂറിയ വരും. പ്രോട്ടീനും മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പോകുന്നുണ്ടാവും. ഡയബറ്റിസ് മെലിറ്റസും ഉണ്ടാവും. ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കേസുകളിൽ നമ്മൾ അവിടെ യൂറിക് ആസിഡ് ഉണ്ടാവും. കാരണം അക്യൂമുലേഷൻ അവിടെ വരുന്നത് ഫുഡിന്റെ യാതൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ യൂറിക് ആസിഡ് നോർമൽ ആയിട്ട് തോന്നും, പക്ഷെ അതിനാണ് സെക്കൻഡറി ഗൗട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിലൊക്കെയാണ് നമ്മൾക്ക് ബെറിബെറിസ് വൾഗാരിസ് ടിഞ്ചറെല്ലാം വരുന്നത്. അത് ഗോയാക്കം. പിന്നെ ഡോക്ടറെ, അത് വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം ജനറ്റിക് ആണ് ഡോക്ടറെ. ജനറ്റിക് ആണ് കാരണം. ഈ ജനറ്റിക്കിന്റെ റീസണിലാണ് ഹൈപ്പോസാൻഡിൻ ഗോനൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറൈസ് ഡെഫിഷ്യൻസി വരുന്നത്. ഒട്ടും ഉണ്ടാവില്ല ഹൈപ്പോസാൻഡിൻ ഗോനൈൻ അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് യൂറിക് ആസിഡും നേരെ ബ്ലഡിലോട്ട് കലരും. അതാണ് സെക്കൻഡറി. അതിന് നമുക്ക് ഒരു ഒറ്റ ടോപ്പിക്ക് വേണ്ടി വരും ഡോക്ടറെ. അത് ജനിതകമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോട്ടിക് മയസം വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ഹൈപ്പോസാൻഡിൻ ഗോനൈൻ HGPRT ഒട്ടുമില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ നമുക്ക് അലോപ്യൂരിനോളൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും. തൈറോയിഡിനെ പോലെ. തൈറോയിഡ് ഗ്ലാൻഡ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മരുന്ന് ഹോമിയോ വേണ്ടിയിട്ട് ലോകത്തെ ഒരു മരുന്ന് കൊടുക്കാൻ പറ്റില്ല. നേരെ നമ്മൾ സിന്തറ്റിക് T4 കൊടുക്കണം. അതുപോലെയാണ് ഇവിടെ HGPRT ഒട്ടുമില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ തന്നെ അലോപ്യൂരിനോൾ. അപ്പൊ നമ്മ അവിടെ മുട്ടുമടക്കേണ്ടി വരും. ഉള്ള കാര്യം സത്യമായിട്ട് പറയാല്ല. അപ്പൊ അത് ടെസ്റ്റ് ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇതുണ്ടോ ഇല്ലയോ? HGPRT ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഡോക്ടറെ, അത് ഒരു കാര്യമുണ്ട്. HGPRT ചെയ്യാൻ പറ്റും. പൈറോഫോസ്ഫറ്റേസ് സിന്തസൈറ്റ് ഓവർ പ്രൊഡക്ഷൻ, അതും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്ക് മൈലോപ്രോലിഫറേറ്റീവ് ആയിട്ടുള്ള ലൂക്കീമയോ ലിംഫോപ്രോലിഫറേറ്റീവ് ആയിട്ടുള്ള പോളിസൈറ്റീമിയ റുബറ വേറെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. അത്തരം രോഗങ്ങൾക്ക് ഈ യൂറിക് ആസിഡ് ഇയാളെ എത്ര നന്നായിട്ട് ജീവിച്ചാലും കൂടിക്കൊണ്ടിരിക്കും. അതിനൊക്കെ അതിൻ്റെതായ പാറ്റേണിൽ മരുന്ന് കൊടുക്കേണ്ടി വരും ഡോക്ടർ. അതാണ് കാര്യം. സെക്കൻഡറി യൂറിക് ആസിഡുകളെല്ലാം തന്നെ കിഡ്നിയുടെയോ ഭക്ഷണത്തിന്റെയോ മൈൻഡിന്റെയോ കുഴപ്പമില്ല. എല്ലാം തന്നെ മറ്റുള്ള കടുത്ത രോഗങ്ങളുമായിട്ട് റിലേറ്റഡും ആണ്. അവരെല്ലാവരും ഈ എൻസൈംസിനെ കംപ്ലീറ്റ് ഒട്ടും എൻസൈം ഉണ്ടാവില്ല, എടുത്തെടുത്ത് പറയണേണ്. അതാണ് ഹൈപ്പോസാൻഡിൻ ഗോനൈൻ ഫോസ്ഫോറിബോസിൽ ട്രാൻസ്ഫറേസ്. അത് ഒട്ടും ഉണ്ടാവില്ല. ഡെഫിഷ്യൻസി കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ശരിക്കും എൻഡോക്രൈനോളജിസ്റ്റിനോടും കൂടി നോക്കിയിട്ട് ഏത് ഡിസീസിലാണ് മൈലോപ്രോലിഫറേറ്റീവ്. പിന്നെ ക്യാൻസർ കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യന്റിനും ടേൺ ഓവറാണ്. എന്ന് വെച്ചാൽ ഒത്തിരി അക്യൂമുലേറ്റീവ്. അതിന് നമ്മൾ ടേൺ ഓവർ എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അവർക്ക് പോളിസൈറ്റീമിയ റുബറ വേറെ ഉണ്ടാന്ന് നോക്കണം, ലൂക്കീമിയ ഉണ്ടാന്ന് നോക്കണം. ഈ ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഡോക്ടറെ. HGPRT ഒക്കെ എൻസൈംസ് ആണ് ഇവരൊക്കെയാണ് ഇവരെ മെറ്റബോളൈസ് ചെയ്ത് ഇവരെ ബ്ലഡിലോട്ട് കയറ്റണമെങ്കിൽ ഇവരൊക്കെ വേണം. അതാണ് പ്യൂരിൻ സിന്തസിസ് ഡിഫക്ട്സ് ആണ് ഇതൊക്കെ. പ്യൂരിൻ സിന്തസിസ് ഡിഫക്ട്സ് ആണ് ഇവർ മുഴുവനും. അതുകൊണ്ടാണ് സെക്കൻഡറി ഗൗട്ട് എന്ന് പറയുന്നത്. പ്രൈമറി ഗൗട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, രോഗികളുടെ പ്രശ്നവും അവരുടെ പോക്കൃത്തരവും വെള്ളം കുടിക്കാണ്ടിരിക്കലൊക്കെ. പക്ഷെ ഇതില് രോഗി നല്ല നമ്മൾ തമാശ പറയും, ഒരു രോഗിയുടെ തനിക്ക് മനസ്സിന് വല്ല കുഴപ്പമുണ്ടാകും നമ്മൾ ചോദിക്കുമല്ല, പിന്നെ അപ്പൊ എങ്ങനെ ഓട്ടോ ഇമ്മ്യൂണി. അപ്പൊ എന്റെ ഭാര്യനെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവമേ ഇയാൾക്ക് മനസ്സിനൊരു കുഴപ്പമില്ല, ഭാര്യയെ ഒന്നും ശല്യപ്പെടുത്താനില്ല, ഭക്ഷണവും മര്യാദ കഴിക്കുന്നു, പിന്നെ എന്താണ് ഇയാൾക്ക് പ്രശ്നം? കണ്ടോ, നമ്മൾ തമാശക്കാണെങ്കിലും പറയുന്നു സെക്കൻഡറിയിൽ അവിടെ കിടക്കുകയാണ് ഡെപ്തില് കംപ്ലീറ്റ് കിഡ്നിയുടെ കംപ്ലീറ്റ് രോഗങ്ങളും. പിന്നെ ഈ HGPRTയുടെ ഡെഫിഷ്യൻസികൾ, ചിലപ്പോൾ പൈറോഫോസ്ഫേറ്റ് സിന്തസിസ് ഓവർ പ്രൊഡക്ഷനിൽ അവര് യൂറിക് ആസിഡ് അമിതമായിട്ട് കൊണ്ടുപോയിട്ട് ബ്ലഡിൽ തള്ളിക്കൊടുക്കും. ഈ HGPRT കുറഞ്ഞാൽ അപ്പോഴും അവര് ഇതിനെ കംപ്ലീറ്റ്, അപ്പൊ അതിന് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല, യൂറിക് ആസിഡ് നേരെ ബ്ലഡിലോട്ട് കൊടുക്കും.
അപ്പൊ മാഡം ഒന്ന് സെക്കൻഡറി ഒന്നും കൂടെ ഒന്ന് ഒരു ദിവസം എടുത്താലോ? സെക്കൻഡറി സെക്കൻഡറി ബ്ലോക്ക് എടുക്കാൻ മേഡം, ഞാൻ പ്രൈമറി മാത്രം എടുത്തിട്ടുള്ളൂ. സെക്കൻഡറി എടുത്താലേ ഇതൊക്കെ കറക്റ്റ്, ഇതൊക്കെ നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റും കൂടി നോക്കേണ്ട കാര്യങ്ങളാണേ. നമുക്ക് നമുക്ക് നാളെ തന്നെ എടുത്താലോ? ക്ലാസ് എടുക്കാം, അത് നമ്മൾക്കത് പ്രാപ്തമാക്കണം. നാളെ പ്രൈമറി നാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നാളെ നാളെ പറ്റുമോ മാഡം? അയ്യോ നാളെയൊന്നും വേണ്ട, നല്ല കടുത്ത പനിയാണ്. ആഹാ ഞാൻ അപ്പൊ അത് കിടപ്പാ, ധനേഷ് ഡോക്ടർ പറഞ്ഞോണ്ട് ചാടി ഇങ്ങനെ എഴുന്നേക്കണേ. ഒരു 2-3 ഞാൻ ഡേയ്സ് കഴിയട്ടെ. ഞാൻ വിളിച്ചപ്പോ ചുമക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് തല പോലും ശ്രദ്ധിച്ചില്ല. കുടിച്ചല്ല, അതായത് ധനേഷ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ എഴുന്നേക്കും. പക്ഷെ നാളെയും കൂടി എടുക്കാനായിട്ടേ പറ്റൂല. വേണ്ട വേണ്ട വേണ്ട, വേണ്ട പറഞ്ഞോ. 2-3 ഡേയ്സ് കഴിയട്ടെ, 2-3 ഡേയ്സ് കഴിയട്ടെ. തീരെ അപ്പം വയ്യ. മാഡം ഈ സെക്കൻഡറി എടുക്കുമ്പം ഈ ഇതിനൊരു ഡയറ്റും കഴിക്കാവുന്നതും കഴിക്കേണ്ടാത്തതുമായിട്ടുള്ള ഒരു ഡയറ്റും ഡയറ്റ് ചാർട്ട് ഇപ്പൊ അതുപോലെ ഡയറ്റ് ചാർട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഡയറ്റ് വന്നിട്ടില്ല. ഡയറ്റ് അതുപോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത്, നമ്മള് ഹൈപ്പോ പാരാതൈറോയിഡിസം ചെയ്ത പോലെ ഇതിൽ ചെയ്യണം ഡയറ്റ്. പക്ഷെ അതുപോലെ തന്നെ ആ ഡോക്ടർ ചോദിച്ച വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. കാരണം ഞാനത് അങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്ക് അതിന് എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഞാൻ പ്രൈമറി പറഞ്ഞു വിട്ട് സെക്കൻഡറിയിൽ അവിടെ വന്നത് വളരെ വൈഡ് റേഞ്ച് സാധനമാണ് ബാക്കിൽ നിൽക്കുന്നത്. അതിന്റെ പതോളജി മുഴുവൻ ഞാൻ പറയാം. പറയാം. കാരണം ഡൗട്ട് സെക്കൻഡറി ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഇട്ട് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് ഓർത്തിട്ടെ കുറേശ്ശെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം സമയമായി. സമയമായി. എന്തായാലും മാഡത്തിന് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടർ ഉണ്ടോ? ജയലളിത ഡോക്ടറെ. ആ താങ്ക് യു മറിയാമ്മ ഡോക്ടറെ, എന്നെ വിളിച്ചതിൽ സന്തോഷം. ജോളി ഡോക്ടറിന്റെ ക്ലാസ് ഞാൻ മിക്കവാറും കേൾക്കാറുണ്ട്. അപ്പൊ ജോളി ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ പെത്തോളജി, ഫിസിയോളജി, മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു സെഷനാണ് ഡോക്ടറിന്റെ. ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതില്. അപ്പോ ജോളി ഡോക്ടർ അസുഖമൊക്കെ വേഗം മാറട്ടെ. അപ്പോ IAPHന്റെ പേരിലും എല്ലാവരുടെയും പേരിലും ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ അസുഖം വേഗം മാറി സുഖമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരട്ടെ. താങ്ക് യു മാ. എന്റെ അധ്യാപകർ തന്നെയാണ് കേട്ടാ ഇതിന്റെ ബേസ്, ഞാനല്ല കേട്ടോ. അവരെ നമസ്കരിക്കുകയാണ്. താങ്ക്സ്. നന്ദി ജയലളിത ഡോക്ടറെ. എന്തായാലും പനിയാണെന്ന് മാഡം ഇപ്പം പറഞ്ഞപ്പം മാത്രം നമുക്ക് മനസ്സിലായി. അത് മറന്നാണ് ചുമ കേട്ടില്ലേ? ഞാൻ ചുമയൊക്കെ അടക്കി പിടിച്ചിരിക്കണേ, അത്രയും ചുമയാണ്. എന്തായാലും ഇത്രയും ആക്റ്റീവായിട്ട് നല്ലൊരു ക്ലാസ് എടുത്തു തന്നതിന് മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സെക്ഷന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജോളി ഡോക്ടറുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടു, എത്രയോ പേര് ഇന്ന് ക്ലാസ്സിൽ കയറി. അതുകൊണ്ട് ഡോക്ടറുടെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഇനിയും കാത്തിരിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ 1998 പ്രതിദിന സൂം വെബിനാർ വളരെ ഏറെ ഭംഗിയായി നടന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക്സ് മാഡം. ഇത്രയും വേഗം സുഖമാകട്ടെ.